പറഞ്ഞാൽ ഞങ്ങൾ കുറേ ആയിട്ടോ നീന്താൻ പോയിട്ട്. അപ്പം ഞങ്ങൾ നീന്താൻ പോവുകയാണ് എല്ലാവരും കൂടിയിട്ട്. വേദൊക്കെ വെള്ളത്തിൽ കണ്ട പിന്നെ അവിടുന്ന് ഇറങ്ങില്ല. അപ്പം ഞങ്ങൾ അടുത്താട്ടോ കുളം, അമ്പലക്കുളം. വേദ ഓടുകയാണ്, എങ്ങോട്ടാന്നൊന്നും അറിയില്ല, എന്നാലും ഇങ്ങോട്ട് ഓടാൻ കുട്ടി. അപ്പോൾ അച്ഛമ്മ നേരത്തെ വന്നു സീരിയസ്. അപ്പം ഞങ്ങളിന്ന് കുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറേ നീന്തിയിട്ട് നീന്തൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ നീന്താത്തതുകൊണ്ട് മറന്നുപോയി. മറന്നുപോയി മറക്ക് തന്നെയാണ്. അപ്പോൾ ഇതാ പോണ വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ഒരു മനയൊക്കെ ഉണ്ട്, അമ്പലമുണ്ട്. ഗേറ്റ് വെച്ചു. അതെ, മുന്നേ ഇവിടെ ഗേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചാടി കടക്കേണ്ടി വന്നു. ഗേറ്റ് ഒക്കെ വെച്ചു. അമ്പലത്തേക്ക് ഇത് കൂടെ പോവുക. ഇതിയെ പോയിട്ട് അതെ അങ്ങനെ പോയ അമ്പലമാണ്. കേട്ടോ, ഇപ്പൊ അതൊക്കെ പോയി. അല്ലല്ല, ഇപ്പോഴും ആകെ പക്ഷെ നീന്താനുള്ളതുണ്ട്. അതെ, വെള്ളം ആവണേ ഉള്ളൂ കേട്ടോ. ഇതാണ് അമ്പലം. പിന്നെ ഞാൻ നീന്തുക കേട്ടോ, ചാണ്ടി നീന്തും. ഇതാണ് കുളം. അപ്പൊ ഞാൻ നീന്തുകയാണ്. നീന്തൽ പഠിച്ചത് ഇവിടുന്നാണ്. ഞാൻ സൈഡിൽ നിന്ന് ചാടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. വെള്ളം കുറവാണ് കേട്ടോ, വെള്ളം വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമുണ്ടാവില്ല. അങ്ങോട്ട് ഞാൻ നീന്തും. അപ്പൊ ഞാൻ അങ്ങനെ ചാടി നീന്തുക. ഇങ്ങനെ അതേ പോവുകയാണോ ഇതേ പോവുകയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ റൗണ്ട് അടിക്കുക കേട്ടോ ചെയ്യുന്ന. പിന്നെ കുറേ നേരം പോവും, റൗണ്ട് അടിക്കും. കണ്ടോ, ഇങ്ങനെ കുടയുമ്പോ കൈ ആക്കുമ്പോ മുഖത്തേക്കാവുക. അപ്പൊ അപ്പൊ അങ്ങനെ ആക്കരുത്. പക്ഷെ ഓട്ടോമാറ്റിക്കായി വരും. നമുക്ക് പെട്ടെന്ന് നീന്താൻ കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് അടിക്കന്നല്ലേ പഠിക്കുക. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ എൻ്റെ പൊന്നോ. നിങ്ങൾക്ക് നീന്താൻ ഇഷ്ടമാണോ ഫ്രണ്ട്സിനോട്? നിങ്ങൾക്ക് നീന്താൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. എത്ര പേര് നീന്തൽ പഠിച്ചിട്ടുണ്ടെന്നും എത്ര വയസ്സിലാണ് പഠിച്ചതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എത്ര വയസ്സിലാണ് പഠിച്ചത്? ഒരു 4 വയസ്സൊക്കെ അല്ലേ. അപ്പോൾ 4 വയസ്സിലൊക്കെ ആട്ടോ ഞാൻ പഠിച്ചത്. ഞാൻ എങ്ങനെയപ്പോൾ ചുറ്റണ്ടേന്ന് ആലോചിച്ചിരിക്കുക. ഫസ്റ്റ് കുറച്ച് ഒരു 2 വട്ടം നീന്തിയപ്പോൾ ഞാൻ മുങ്ങിപ്പോയി. നല്ല മഴ പെയ്താൽ നല്ലതായിരിക്കും കേട്ടോ വെള്ളം. മുന്നൊക്കെ എന്താ പറയാ, അധികം പേരൊന്നും അമ്പലക്കുളത്തിൽ പോയി കുളിക്കാറില്ല. അപ്പൊ ഞങ്ങള് വന്നപ്പോ കുറച്ച് ആൺകുട്ടികള് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കഴിഞ്ഞപ്പോ വേദുവിനെ പിന്നെ ഇറക്കിട്ടോ. അതെ, വേദുവിനെ കരയായിരുന്നു. വെള്ളം കണ്ട പിന്നെ കുട്ടി അവിടുന്ന് ഇറങ്ങില്ല. അതെ, അതിന്റെ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛമ്മടെ തോർത്ത് കാണാനില്ല. അതെ, തോർത്ത് കാണാനില്ല. ഇപ്പൊ അവിടെ പച്ച തോർത്തില്ല, അത് കുറച്ച് കഴിഞ്ഞപ്പോ കാണാനില്ല. ആ തോർത്ത് പിന്നെ പോയി. അതിപ്പോ എങ്ങടാ പോയെന്ന് നമ്മള് കണ്ടില്ല, നീന്തണേന്റെ ഇടയിലായിരുന്നു. അവസാനം തോർത്ത് കിട്ടിയിട്ടില്ല, അടിയിക്ക് പോയിണ്ടാവും. ഞാൻ നീന്തുമ്പോ ഇങ്ങനെ ചാടിയിട്ട് നീന്തുമ്പോ പായസത്തിലോ എങ്ങനെയെങ്കിലും കാൽമ കുടുങ്ങിയിട്ട് പോയിട്ട് ഇതാട്ടോ. ഞാൻ അവിടെ കുറേ ഇങ്ങനെ പുല്ലൊക്കെ ആയില്ല, അവിടുന്ന് ചാടി നീന്തിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4 വയസ്സിലാണ് പഠിച്ചിരുന്ന ഒക്കെ. അപ്പം ഞങ്ങളെന്നും നീന്താൻ വരും. ഇപ്പോൾ സ്കൂൾ തുറന്ന് അങ്ങോട്ട് പോകും, വെക്കേഷൻ ഇങ്ങോട്ടും വരും. അപ്പോൾ പിന്നെ വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങോട്ട് നീന്താൻ വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിച്ചു. അടിപൊളി വട്ടത്തിലും നേരെയും ചെരിഞ്ഞും മറിഞ്ഞും എല്ലാം അങ്ങനെ നീന്തി. പിന്നെ ആ തൊപ്പി എനിക്ക് ലൂസായിരുന്നു, മുടി മേപ്പട്ടുമല്ല കെട്ടിയത്. സമയത്തും അതിന് പോകുന്നൊരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ തൊപ്പി. അപ്പം ഞാൻ അങ്ങോട്ട് നീന്തുന്നു, ഇങ്ങോട്ട് നീന്തു. ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് നീന്താൻ പറ്റുന്നില്ല, ചില സമയത്ത് ഇങ്ങോട്ട് നീന്താൻ പറ്റുന്നില്ല. ഇതൊരു അമ്പലം കേട്ടോ. ഇത് 2 അമ്പലം ഉണ്ട് അവിടെ. ശിവന്റെ അമ്പലം, അമ്മ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ഇവിടെ അമ്പലക്കുളം, പിന്നെ അവിടെ ഒരു മന ഉണ്ട്. അതെ, വെയിലുണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയും ഇല്ല എന്നാൽ വെയിലും ഇല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല സുഖമായിട്ട് നീന്താനും പറ്റി.
വേദു ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. നീന്തുന്നത് അവനെ ഇറങ്ങണം. അതെ, ഇറങ്ങാൻ പക്ഷെ നമുക്ക് പേടിയാണ് അവനെ ഇറക്കാൻ. അപ്പൊ ഞാൻ നീന്തുക കേട്ടോ. നീന്തിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ മനയൊക്കെ കാട്ടിയിട്ടുണ്ട് കേട്ടോ. അതില് വീഡിയോയില് മന, അമ്പലം, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ നീന്തുമ്പോ അമ്മ പോയി എടുത്തു. അവിടെ നേരെ പോയ ഒരു അമ്പലം കാണാല്ലേ, അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ നേരെ വന്ന് ഇപ്പുറത്തല്ലേ കുളം, പിന്നെ അവിടെ നിന്ന് കുളത്തുനിന്ന് നേരെ വന്നാൽ വേറൊരു അമ്പലം. ഇതൊന്നും ഞാൻ കണ്ടില്ല അമ്മ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ നീന്തിയായിരുന്നു. അമ്മയെ പെട്ടെന്ന് കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ വീഡിയോ എടുക്കാൻ തന്നെ പോയേന്ന്. അമ്മയും വേദവും കൂടിയിട്ട് കേട്ടോ അത് ഷൂട്ട് ചെയ്തത്. ഇവിടെ ഒരു അടിപൊളി ക്ലൈമറ്റാണ്, അധികം വെയിലൊന്നുമില്ല. ഇതാണ് മനക്കില്, അറിയില്ലേ? ഇതാണ് ഇവിടെ ഇപ്പം ആരും താമസമൊന്നുമില്ല കേട്ടോ. ബ്രാഹ്മൺസ് ആയിരുന്നു ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നത്. അവരൊന്നും ഇപ്പോൾ ഇവിടെ താമസിക്കണില്ല. ഓരോരുത്തരും ഓരോരോ സ്ഥലത്ത് സെറ്റിലായി. അപ്പോൾ അവരെല്ലാവരും കൂടി വരുമ്പോൾ അവിടെ താമസിക്കും. നല്ലൊരു പഴയ തറവാടാണത്. അപ്പോൾ പിന്നെ അമ്മ ഇങ്ങോട്ട് വന്നു. പിന്നെ അപ്പോഴെങ്കിലും ഞാൻ അടിപൊളിയായി നീന്തി പഠിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു 5 മിനിറ്റ് എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരൂ. അങ്ങനെയുണ്ടോ, ഞാൻ നല്ലപോലെ നീന്തും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദു ഇവിടെ കടന്ന് കളിക്കുകയാണ് കുട്ടി. വെള്ളം കണ്ട പിന്നെ വെള്ളത്തിന് സൗണ്ട് കേട്ടാൽ മതി ഓടി വരും. വേദു അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഞാനാച്ചും എനിക്ക് ആ വട്ടം ചുറ്റിയിട്ട് കല്ല് വരുമ്പോൾ അങ്ങോട്ട് നിൽക്കും. ഹായ് കൂട്ട്, ഹായ് തരാട്ടോ, ഹായ് ബായ് ഒക്കെ. അപ്പം ഞാൻ റൗണ്ട് എടുക്കുമ്പോൾ നല്ല ഉയരത്തിപ്പോയിട്ട് നല്ല കുറേ പോയി. അപ്പോൾ വേദു ഇവിടെ കസാര കൊണ്ട് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ നീന്താണ്. പെട്ടെന്ന് വെള്ളം കുടിക്കുകയാണ്. ഞാൻ വെള്ളം കുടിക്കുകയാണ്. പെട്ടെന്ന് നീന്തുമ്പോൾ കണ്ടോ ഞാൻ മുഖത്തേക്ക് പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ നിൽക്കും. അങ്ങനെ റൗണ്ട് അടിച്ച് അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ നിൽക്കുക. പിന്നെ ഇതാവും ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുക കേട്ടോ. നല്ല രസമല്ലേ? ഇതെപ്പോഴാണ് കേട്ടോ അച്ഛമ്മയുടെ തോർത്ത് കാണാതെ ആയത്. ഇതപ്പോൾ വീഡിയോയിൽ അവിടെ എവിടെയോ ഞാൻ തോർത്ത് കണ്ട പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചാടി നീന്തുകയാണേ. ഞാൻ അങ്ങനെ മുന്നേ ചാടി നീന്തിയിട്ട് ഇങ്ങനെ നീന്തി വരും. പിന്നെ ഞാൻ അങ്ങനെ റൗണ്ട് കളിക്കും. റൗണ്ടായി പിന്നെ ആ അറ്റം ഈ അറ്റം വരെ അങ്ങനെ ആവും. അപ്പം എനിക്ക് നീന്താനുള്ള വെള്ളമൊക്കെ ഉണ്ട്. മുന്നേ മൊത്തം അവിടെ കല്ലിങ്ങനെ നിൽക്കുന്നില്ല. അവിടെ ഒന്ന് ഇപ്പം മുന്നൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ള് വെള്ളം കൂടും. പിന്നെ നല്ല വഴിക്കലുണ്ടാവും. അപ്പം വേദു ഇതോ അവിടെ നിൽക്കുക കേട്ടോ. അതങ്ങനെ അത് ഷൂസ് ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാനവിടെ നീന്തി പഠിക്കട്ടെ. ഇപ്പം ഞാൻ അതിങ്ങനെ വലിയൊരു റൗണ്ട് അടിച്ച് വരും. പിന്നെ ഞങ്ങളുടെ എന്താ പറയുക നീന്തലൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനൊരു പോയി വേദി ചാറ്റ കൊടുക്കുകയെന്നു. അപ്പം ഞാൻ കയറി തോർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ തോർത്തായി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ അപ്പോൾ കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീന്താൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വരികയായിരുന്നു കേട്ടോ. റേഷൻ കടയിലേക്ക് പോകാണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 4:15 ഇറങ്ങി അവിടെ കയറി. അപ്പം ഞാൻ പിന്നെ ചെരുപ്പിട്ട് ഒന്നും കൂടി കാല് പോയി കഴുകി കേട്ടോ. എനിക്ക് ചളിയായി ചെരുപ്പ് ഇടുന്നു ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഒന്നും കൂടി പോയി കാല് കഴുകി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഒന്നും കൂടി മേല് കഴുകി. എന്നിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടോ.
ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ തുമ്പിയായിട്ട് മടക്കുക എങ്ങോട്ടാ പോയെന്നറിയാൻ. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അവിടെ ആ ചോപ്പ് സബ്സ്ക്രൈബ് എന്ന് കാണുന്നതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ടാറ്റ. ഏതു ഇവിടെ കുറുമ്പനാണ്, കുഞ്ഞിക്കുമ്പൻ.